എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടല്ലോ, ഇതൊരു സെൻറ്റർ ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ ഒരു അക്രാലിക് ഫ്ലവർ എടുത്തിട്ടുണ്ട്, നമ്മൾ സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ക്ലിപ്പ് ഞാൻ വലുതാണ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ വെച്ചിട്ട് ഫെൽറ്റ് ഷീറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫെൽറ്റ് ഷീറ്റിന് പകരം വാക്സ് സ്ട്രിപ്പും എടുക്കാം, നമുക്ക് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റും എടുക്കാം. അപ്പോൾ OSP ട്രാൻസ്പാരൻറ്റ് എടുത്താലും ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്താലും ഫെൽറ്റ് ഷീറ്റ് എടുത്താലും നമ്മുടെ വാക്സ് സ്ട്രിപ്പ് എടുത്താലും ഓക്കെയാണ് കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും എടുക്കുന്നത് കുറച്ചുകൂടെ തിക്നെസ് ഉള്ളത് കൊണ്ടാണ് ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത് നമ്മുടെ ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സെയിം കളർ, ഒരു പാരറ്റ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. ആ കളർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു ലെങ്ത് ഞാൻ മെഷർ ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏതാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മെഷർമെൻറ്റ് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ ഇത് നമുക്ക് കോർത്തും ചെയ്തെടുക്കാം. കോർത്ത് ചെയ്യുന്നതും നല്ലതായിരിക്കും. കോർത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. ഇത് ഇളകി പോകത്തില്ല, എന്നാലും കുറച്ചുകൂടെ ഭംഗി ഫിനിഷിങ്ങും രണ്ടിനും കിട്ടും. എന്നാലും മറ്റേത് കോർത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. ഒരു നമ്മുടെ അക്രാലിക് ഫ്ലവർ കൊടുത്തു, എന്നിട്ട് സൈഡിലേക്ക് 2 ബീഡ്സ് കൊടുത്തു. ഈ ബീഡ്സ് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അടുത്ത് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇപ്പം നമ്മൾ ബീഡ്സ് കൊടുത്തില്ലേ, ആ ബീഡ്സ് കൊടുത്തിരിക്കുന്ന സൈഡിൽ ആ ഫ്ലവർ കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്ക് എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബീഡ്സ് കൊടുക്കുക. കണ്ടോ, ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇനി ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് കുറച്ച് സമയം എടുക്കും, കാരണം നമ്മളത് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഓരോരോ ഫ്ലവറായിട്ട് എടുത്ത് വെക്കണം. അത് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയമല്ല, ഒരു 5 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുക്കാം. വീണ്ടും നമ്മൾ അക്രാലിക് ഫ്ലവർ വയ്ക്കുന്നു, വീണ്ടും 2 ബീഡ്സ് കൊടുക്കുന്നു. ഈ ബീഡ്സിന് പകരം സ്റ്റോൺസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിത് ബീഡ്സ് കൊടുത്ത് ചെയ്തതാണ്. കാരണം ഇതിൻ്റെ നമ്മുടെ കമ്മൽ, ഇത് ഹെയർ ക്ലിപ്പ്, ഇതെല്ലാം എനിക്കൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും അതുപോലെ ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. കണ്ടോ, പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്തിട്ട് നന്നായിട്ട് ഹാൻഡ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അതിൽ ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യരുത്, കാരണം അത് ഇളകിപ്പോവും. കാരണം ഫെൽറ്റ് ഷീറ്റ് പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യും, അതുകൊണ്ടാണ്. കണ്ടോ, അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ലാസ്റ്റത്തെ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഓരോ പ്രാവശ്യം ഒട്ടിക്കുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. ഫെൽറ്റ് ഷീറ്റ് ആയാലും നമുക്ക് ഇത്രത്തോളം പ്രശ്നം വരത്തില്ല. പക്ഷേ വാക്സ് സ്ട്രിപ്പാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റാണ് എടുക്കുന്നതെങ്കിൽ നന്നായി ഗ്ലൂ അപ്ലൈ തന്നെ ചെയ്തു പോകണം നിങ്ങൾ. കണ്ടോ, ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ സൈഡൊക്കെ നന്നായിട്ട്, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിലേക്ക് ഞാൻ നമ്മുടെ സ്റ്റോൺസ് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്യുക, സ്റ്റോൺസ് വെച്ച് കൊടുക്കുക. ഇനി സ്റ്റോൺസിന് പകരം നിങ്ങൾക്ക് ബീഡ്സ് വയ്ക്കണം, ഗോൾഡൻ ബീഡ്സ് കൊടുക്കണം. സ്റ്റോൺസ് ആണെങ്കിൽ എന്ത് വേണം, ക്ലിപ്പ് സ്റ്റോൺ വേണമെങ്കിലും കൊടുക്കാം. ഇതിന് വേണ്ടി നമുക്ക് ഡബിൾ കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് എന്താ പറയുക, ഇതിന് പകരം സെൻറ്ററിൽ ഗോൾഡ്, അങ്ങനെയൊക്കെ നമുക്ക് ഡബിളായിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതിന് മാച്ചിങ്ങിന് വരുന്ന സ്റ്റോൺസ് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി ചെയ്യാം കേട്ടോ. ഇത് കോർത്ത് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്ററിൽ ക്ലിപ്പ് സ്റ്റോൺ ഇട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ കോർത്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ഡെയിലി ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു പാർട്ടി വെയറോ അങ്ങനെ മാത്രമല്ല, ഡെയിലി നമുക്കിത് ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യുന്നതിനും ഇത് അലിഗേറ്റർ ക്ലിപ്പിൽ എല്ലാത്തിനും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട്, ഒത്തിരി സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന, അപ്പോൾ എല്ലാം കൂടി ചെയ്തെടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ്സ് 5-6 ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ, 1 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. എല്ലാത്തിലും സ്റ്റോൺസൊക്കെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം ലൈറ്റർ ഉപയോഗിച്ച് ഈ എഡ്ജ്, കാരണം ഇത് നമ്മളൊന്ന് ലൈറ്റർ കാണിക്കുമ്പോഴേക്കും ഇത് അകത്തോട്ടങ്ങ് ഉരുകി പൊക്കോളും. വൃത്തിയേടൊന്നുമില്ല. ഞാനിത് നീറ്റായിട്ട് നിങ്ങൾക്കത് പുറകൊക്കെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ചേർത്ത് വെച്ച് ഉരുക്കരുത്. ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ, പുറത്തേക്ക് നിന്നതെല്ലാം അകത്തേക്ക് അങ്ങ് ആയി പോകും. അപ്പോൾ വൈറ്റ് കളർ പുറത്തേക്ക് വരത്തില്ല. നമ്മൾ ഹെയറിൽ വയ്ക്കുമ്പോൾ വൈറ്റ് കളർ നമുക്ക് പുറത്ത് അറിയാൻ പറ്റില്ല. കണ്ടോ, ഇതങ്ങ് ഉരുക്കി പോവുകയോ ഒന്നുമില്ല. പക്ഷേ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എല്ലാ സൈഡും നല്ല നീറ്റായിട്ട് ഉരുക്കിയെടുക്കുക. കാരണം ചേർത്ത് വെച്ച് ഉരുക്കരുതെന്ന് പറയുന്നത്, കാരണം ഈ ലൈറ്റർ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല തീയാണ് വരുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ദൂരെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങ് പെട്ടെന്ന് കണ്ടോ, ഒരു അകത്തേക്ക് പോകുന്നത് കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും.
നല്ല നീറ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. മെഴുകുതിരി ആയാലും മതി, മെഴുകുതിരിയാണ് ഏറ്റവും ബെസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ. ഒന്ന് നമ്മൾ കത്തിച്ച് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക. കണ്ടോ, ഉരുക്കിയത് ഒരു വൃത്തിയേടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത് പുറത്ത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ, പുറകിൽ നമ്മൾ വൈറ്റ് ആണെന്നുള്ളത്. അതിനുശേഷം നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് എടുക്കുക, അതിലേക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. ഇത് പിന്നെ കുറച്ചൊരു സമയം, ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ കാരണം കുറച്ചൊരു വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇളകി ഇങ്ങ് വരും. അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു വെയിറ്റ് അങ്ങ് ഒരു ബുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മേളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. 2 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് പേസ്റ്റായി കിട്ടും, പിന്നെ അത് ഇളകത്തില്ല. പിന്നെ ഞാൻ കോർത്ത് ചെയ്യാമെന്ന് പറയുന്നത്, നമ്മുടെ ബീഡ്സ് ചിലപ്പം എന്താ പറയുക, കുറഞ്ഞ ബീഡ്സ്, കുറഞ്ഞ ക്വാളിറ്റിയുള്ള ബീഡ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. പുറത്തുള്ളത് ഇതിങ്ങനെ ഇളകി വരും, അതുകൊണ്ടാണ്. കണ്ടോ, ഇതൊന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് പ്രസ്സായിരുന്ന് ഇരിക്കും. അല്ലെങ്കിൽ ഇളകി വരും, കുറച്ച് വെയിറ്റ് ഉണ്ടാവും, കാരണം ഇതെല്ലാം നമ്മൾ അതിലല്ലേ ചെയ്യുന്നത്. അതിനുശേഷം എഡ്ജിലുള്ള ആ ബീഡ്സിൻ്റെ അടുത്തേക്ക് ഒരു ബീഡ് കൂടെ വെച്ച് കൊടുക്കുക. നമ്മളൊരു ഓരോ സൈഡിൽ 2 ബീഡ്സ് വീതം കൊടുത്തില്ലേ, ആ എഡ്ജിൽ മാത്രമാണിത്. അപ്പോൾ അവിടെ ഒരു 3 ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഒരു ചെറിയൊരു സൈഡ് ഒരു ഫിനിഷിങ് വരും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും കൊടുത്ത് ചെയ്യുക. വളരെ സിമ്പിളായിട്ട്, ഇത് ഏത് കളർ, നമുക്ക് ഈ അക്രാലിക് ഫ്ലവർ ഒരുപാട്, ഈ പ്ലാസ്റ്റിക് ഫ്ലവർ ആയാലും ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റി അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് വൈറ്റിലൊക്കെ നമുക്ക് ഒത്തിരി ചെയ്തെടുക്കാം. അപ്പോൾ വൈറ്റും ഡിഫറെൻറ്റ് കളർ സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് ഒത്തിരി ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തെടുക്കാൻ ശ്രമിക്കണം. വളരെ ഫിനിഷിങ് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.